ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം. തബ്രീസ് നഗരത്തിലാണ് ഇസ്രായേൽ ബോംബിട്ടത്. ആക്രമണം ദിവസങ്ങൾ നീളുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. എല്ലാം ഇല്ലാതാകുന്നതിന് മുമ്പ് ആണവ കരാറിൽ ഒപ്പിടുന്നതാണ് ഇറാന് നല്ലതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി BK സുഹൈലും MCA നാസറും ചേരുന്നു. ആദ്യം സുഹൈലിലേക്ക്. സുഹൈൽ, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തെബ്രീസ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത്? ഏറ്റവും ഒടുവിലായി ആക്രമിച്ചത് ഏതൊക്കെ മേഖലകളെയാണ്? സൈഫുദ്ദീൻ, ഇത് ഏതെങ്കിലും ഘട്ടത്തിലുള്ള ചെറിയൊരു ആക്രമണമല്ല എന്ന് ഇസ്രായേൽ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ആക്രമണം വലിയൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ളതാണ് എന്ന് പറയുന്നു. ഇറാനിൽ നിന്ന് ഇനി ഇസ്രായേലിലേക്കൊരു ഭീഷണി ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത്. ഈ തബ്രീസ് ആണ് ഇപ്പോൾ പുലർച്ചെയുള്ള ആക്രമണത്തിന് ശേഷം പുലർച്ചെ 15-ലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. തബ്രീസ് എന്ന് പറയുന്ന ഇറാനിലെ പ്രധാനപ്പെട്ട നഗരമാണ്, ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആക്രമണത്തിൽ നമുക്കറിയാം, ഇറാന്റെ ഏറ്റവും പരമോന്നത നേതൃസ്ഥാനങ്ങളിലുള്ള സൈനിക മേധാവികളടക്കം കൊല്ലപ്പെട്ടിരുന്നു. IRGCയുടെ തലവൻ, അതേപോലെ തന്നെ മുതിർന്ന 2 ശാസ്ത്രജ്ഞർ അടക്കമുള്ള ആളുകൾ. ഇറാൻ പറയുന്നത് അവരുടെ കമാൻഡർ പോസ്റ്റിലുള്ള 20 പേരെ ഞങ്ങൾ ഇല്ലാതാക്കി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. കൊല്ലപ്പെട്ടവരുടെ പൂർണ്ണമായ പട്ടിക ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതിൽ അക്കാദമിക് വിദഗ്ധരുണ്ട്, അതേപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞരുണ്ട്, സാധാരണക്കാരുമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇനി കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കും എന്ന് പറയുമ്പോൾ ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. 100-ലധികം ഡ്രോണുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ഇട്ടിട്ടുള്ളത്. അതിനെല്ലാം തടുത്തു എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ ലോക്ക്ഡൌണിന് സമാനമായ ഒരു രീതിയിലാണ് ഇസ്രായേലിലെ ജനങ്ങളുള്ളത്. അധികമായി ജനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ ആശുപത്രികളെല്ലാം സജ്ജമാക്കിയിരിക്കുന്നു. അത്യാവശ്യത്തിനല്ലാതെ ആശുപത്രികളിലേക്ക് വരരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ പരമാവധി ബങ്കറുകളിൽ തന്നെ കഴിയണം എന്നാണ് ഇസ്രായേൽ അധികൃതർ ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. അതിനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഇത് പെട്ടെന്ന് അവസാനിക്കുന്നതല്ല, കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ നീണ്ടുപോകും എന്ന് പറയുകയാണ്. അപ്പോൾ ഏത് ഘട്ടത്തിലായിരിക്കും ഇറാന്റെ വലിയൊരു തിരിച്ചടി ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല. ഇറാന്റെ ആ തിരിച്ചടി ഇസ്രായേലും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാകെ പശ്ചിമേഷ്യ ആകെ ഇപ്പോൾ സംഘർഷത്തിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്ക ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന വരുന്നത്. ഏറ്റവും നല്ലത് ഇറാന് കീഴടങ്ങലാണ്, അതായത് US-ഉം ഇറാനും തമ്മിലുള്ള ആണവ കരാറിൽ ഒപ്പിടുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ എല്ലാം അസ്തമിക്കും, എല്ലാം ഇല്ലാതാകും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. നേരത്തെ ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അത് കളവായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ അതിന് ഉപോത്പലകമായുള്ള തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ US-ന്റെ എംബസികളിൽ നിന്ന് അവരുടെ ആളുകളെ മാറ്റിയതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്രായേലിലെ US അംബാസഡർ മൈക്ക് ഹബി ഈ ഒരു ആക്രമണം നടക്കുന്ന അരമണിക്കൂർ മുമ്പിട്ടൊരു പോസ്റ്റ് ഇതിനെ സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അങ്ങനെ അമേരിക്കക്ക് നേരത്തെ തന്നെ ഈ വിവരം അറിയാമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിന് US-ലെ ട്രംപ് ഭരണകൂടത്തിൻ്റെ അനുമതിയും ഉണ്ടായിരുന്നു എന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുകയാണ്. കാരണം ഇത്രയും വലിയൊരു ആക്രമണം അമേരിക്കയെ അറിയിക്കാതെയും അമേരിക്കയുടെ പിന്തുണയില്ലാതെയും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഇറാന്റെ വലിയ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ ഞങ്ങളുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. അപ്പോൾ മറ്റന്നാളാണ്, ഞായറാഴ്ചയാണ് US-ഉം ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം, 5ാം ഘട്ട ചർച്ചകൾ നടക്കുന്നത്, മസ്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ആ ഒരു ചർച്ചയിൽ ആണവ കരാറിലേക്ക് എത്തിക്കാൻ ഇറാൻ ഈ ഒരു ഭീഷണി കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതല്ല, ഇനി ഇത്രയും വലിയൊരു ആക്രമണം നടന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുമോ എന്നും അറിയാനിരിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ ഏതായിരുന്നാലും പശ്ചിമേഷ്യ ആകെ ബാധിക്കുകയാണ്. കാരണം ഇറാന്റെയും ജോർദാന്റെയും വ്യോമപാതകൾ അടച്ചതോടുകൂടി ലോകത്ത് തന്നെയുള്ള വിമാന സർവീസുകളാകെ താളം തെറ്റിക്കഴിഞ്ഞു. ഒപ്പം ഈ ഒരു ആക്രമണത്തിന്റെ ഭീതിയിലാണ് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അത് ഇറാന്റെയും ഇസ്രായേലിന്റെയും മാത്രം ഒരു പ്രശ്നം ആയിരിക്കില്ല. കാരണം ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അടക്കമുള്ള അമേരിക്കയുടെ ബേസുകൾ, സൈനിക ക്യാമ്പുകൾ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളൊരു ഭീഷണി അവർ മുഴക്കിയിരുന്നു. ആയത്തുള്ള അലി ഖാംനായുടെ പ്രസ്താവന വന്നത് ഏറ്റവും കനത്ത ശിക്ഷ ഈ വിഷയത്തിൽ ഇറാൻ നൽകും എന്നുള്ളതാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി അതിനൊക്കെയുള്ള കെൽപ്പുണ്ടാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി ഇറാൻ വലിയ രൂപത്തിലുള്ള ആക്രമണം, ഇസ്രായേൽ വലിയ ആക്രമണം ഇറാനുമേൽ നടത്തുന്നു. എന്ന് മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ മൊസാദ് നുഴഞ്ഞു കയറി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കാരണം നേരത്തെ തന്നെ പ്രസിഡന്റിന്റെയും അതേപോലെ തന്നെ വിദേശകാര്യമന്ത്രിയുടെയും
ഹെലികോപ്റ്റർ അപകടം ആ തരത്തിലേക്കുള്ള ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഒരു സംശയമില്ലാത്ത രൂപത്തിൽ ഹമാസിൻ്റെ മേധാവി ഇസ്മായിൽ ഹനിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്ന ഇടത്ത് എല്ലാ സംവിധാനങ്ങളുമുള്ള ടെഹ്റാനിൽ വെച്ചുകൊണ്ട് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത്.